10,000-കണക്കിന് പോൺ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഈ 5 എൻ്റെ മോൻ ഒരു രക്ഷയില്ല. ഈ ഒരു ലിസ്റ്റിൽ ഒന്നാമത് വരുന്ന ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. ഈ 5 എന്റെ മോൻ ഒരു രക്ഷയില്ല. പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആരോട് ഇങ്ങനെയൊന്നും പറയുന്നൊന്നും പറയാം. മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ? എന്താണ് ബ്രോ ഈ ഒരു പോക്കാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇത് നിർത്താൻ പറ്റും തോന്നുന്നുണ്ടോ? എത്ര കാലമായി ഇത് നിർത്തണം പറഞ്ഞ് നിങ്ങൾ കളിക്കുന്നു. ഇവരിത് എങ്ങനെ മണത്തറിഞ്ഞു? ഞാനിത് രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ. ലെറ്റ് മീ ഹെൽപ്പ് യു ബ്രോ. ഞാൻ ഇതിൽ കുറച്ച് മെത്തേഡ്സ് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അഫ്കോഴ്സ് നിങ്ങളെ കൊണ്ട് ഈ ഒരു ബാഡ് ഹാബിറ്റ് എന്നേക്കുമായിട്ട് നിർത്താം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് മറ്റ് യൂട്യൂബേഴ്സ് പറയുന്ന പോലെ നിങ്ങൾ ട്രിഗർ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുക, വിൽ പവർ ഇൻക്രീസ് ചെയ്യുക, ഇങ്ങനത്തെ ഒരു ഒലയ്ക്ക് ഞാൻ ഇതിൽ പറയാൻ പോകുന്നില്ല. ഓക്കെ, സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ഞാനങ്ങ് പോകും. ഇനി വീഡിയോ തുടരണോ അതോ വേണ്ടേ, ഹെയ്റ്റ് കമൻറ്റ് സ്പ്രെഡ് ചെയ്യണോ, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. നിങ്ങളങ്ങനെ ജിമ്മിൽ ജോയിൻ ചെയ്ത് ജിമ്മിലേക്ക് കയറി പലരും പല വർക്കൗട്ടിൽ ഇൻവോൾവ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ കണ്ണ് പോയത് അവിടെയാണ്. നിങ്ങളുടെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ഒരുത്തിന് അവിടെ നിന്ന് 100 കിലോമീറ്റർ ബെഞ്ച് പ്രസ് അടിക്കുന്നു. ആ ടൈമിന് നിങ്ങൾക്കൊരു ഈഗോ കയറി സ്പോട്ടിൽ നിങ്ങൾ പോയിട്ട് 100 കിലോമീറ്റർ ബെഞ്ച് പ്രസ് അടിക്കാൻ നോക്കിയാൽ വാട്ട് വിൽ ഹാപ്പൻ? അവനെ കൊണ്ടൊന്നും പറ്റൂല സാറേ. നിങ്ങളെ കൊണ്ട് പറ്റൂല. ഓഫ്കോഴ്സ് നിങ്ങളെ കൊണ്ട് ഒരിക്കലും പറ്റൂല. കാരണം ആ പുള്ളി ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ലേ ഇത്. പുള്ളി മെല്ലെ മെല്ലെ പ്രോഗ്രസ് ചെയ്ത് അങ്ങനെയാണ് ഇന്ന് 100 കിലോ ബെഞ്ച് പ്രസ് അടിക്കാൻ പറ്റിയ ആ ഒരു രൂപത്തിലായത്. നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ട് ഇവനെന്ത് തേങ്ങ ഈ പറയുന്നത്, കുറച്ച് മെത്തേഡ്സ് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഒരു പരിസരബന്ധമില്ലാത്ത കാര്യമാണ് പറയുന്നതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഓഫ്കോഴ്സ് സ്വാഭാവികം. ലെറ്റ് മീ എക്സ്പ്ലെയിൻ ബ്രോ. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്. ഈ ഒരു ബാഡ് ഹാബിറ്റ് കിട്ടിയാൽ നിങ്ങൾ പ്രോഗ്രസീവ് ഓവർലോഡ് അല്ല ചെയ്യേണ്ടത്, പ്രോഗ്രസീവ് ഡീലോഡ്. ഇത് മിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. ഇതിനെപ്പറ്റി ആദ്യം അറിയുന്നവരാണെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് വീട് നിർത്തി പോകാൻ ഞാൻ ഒരിക്കലും പറയില്ല, ഫുള്ള് കണ്ടിട്ട് പോയാൽ മതി. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് മന്ത് നിങ്ങൾ എത്ര പ്രാവശ്യം ഫാപ്പ് ചെയ്തു എന്നൊന്ന് നോക്കുക. മേ ബി 5, 10, എന്തിനു പറയുന്നത് 30-ലധികം ചെയ്ത പിള്ളേർ നമുക്കടിയിലുണ്ടാവും. അതുപോലെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ 10 പ്രാവശ്യം ഫാപ്പ് ചെയ്ത ഒരാളാണെങ്കിൽ നെക്സ്റ്റ് മന്ത് ഒരു ടാർഗറ്റ് വെക്കുക. അപ്പോൾ ഒരു ഫാപ്പിംഗ് ടാർഗറ്റ് വെക്കുക. നെക്സ്റ്റ് മന്ത് ഞാൻ 8 പ്രാവശ്യം മാത്രമേ ഫാപ്പ് ചെയ്യൂ, അത് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗ്യം ചിന്തിക്കില്ല എന്നുള്ളൊരു ഉറച്ച കോൺഫിഡൻസ് ഉണ്ടാവണം. അങ്ങനെ നെക്സ്റ്റ് മന്ത് നിങ്ങൾ 8 മാത്രം ചെയ്ത് അടുത്ത മാസം നിങ്ങൾ 5 ആക്കുക. നെക്സ്റ്റ് മന്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 5 പ്രാവശ്യം തന്നെ ഫാപ്പ് ചെയ്യുക. പക്ഷേ ചെറിയൊരു ഡിഫറൻറ്റ് എന്താണെന്ന് വെച്ചാൽ പോൺ വീഡിയോസ് കാണില്ല. അതിന് പകരം മേ ബി നിങ്ങൾ ഇമാജിനേഷൻ യൂസ് ചെയ്യും, അല്ലെങ്കിൽ റീഡ് ചെയ്യും. വീഡിയോസ് ഫോട്ടോസ് ഒന്നും കാണില്ല. ഓക്കെ, സോൺസ് ലൈക്ക് വിയേർഡ് അല്ലേ? പിന്നെ നെക്സ്റ്റ് മന്ത് നിങ്ങളത് 3 ആക്കിയിട്ടുണ്ടാവും. ഇപ്പോഴും നിങ്ങൾ പോൺ വീഡിയോസ് കാണുന്നില്ല, ഇമാജിനേഷൻ അല്ലെങ്കിൽ റീഡിങ്. അങ്ങനെ പതിയെ എൻ്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ബാഡ് ഹാബിറ്റ് കിറ്റ് ചെയ്യാൻ പറ്റും. ടൈം എടുക്കും ബ്രോ, ടൈം എടുക്കും. ഇപ്പം പലരും വിചാരിക്കും എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ നാളെ തന്നെ പോയിട്ട് നോ ഫാപ്പ് ചലഞ്ച് എടുക്കാൻ പോക്കാണ്, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ 1 or 2 വീക്ക് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ റീലാപ്സ് ചെയ്യും. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും ഹൈപ്പർ സ്റ്റിമുലേറ്റഡ് ഡോപ്പമിൻ കിട്ടുന്ന ഒരു കാര്യം മൈൻഡ് അവോയ്ഡ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? അഫ്കോഴ്സ് നോട്ട്, പറ്റൂല. അതിന് നല്ല വിൽ പവർ വേണം. അതാ പറഞ്ഞത്, നിങ്ങൾ ഫസ്റ്റ് തന്നെ ഈ ഒരു വിൽ പവറാണ് ഉണ്ടാക്കേണ്ടത്. പതിയെ നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം അതങ്ങ് ശീലമാവും. അങ്ങനെ നിങ്ങൾക്ക് ഇത് നിർത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ഫൈൻ.